നമസ്കാരം. ട്രംപ് തന്റെ ഭ്രാന്തൻ നയങ്ങളിൽ പ്രത്യേകിച്ച് H1B വിസ നിയമങ്ങളിലൊക്കെ ആകെ അഴിച്ചുപണി നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഭ്രാന്തന്റെ ജൽപ്പനമാണോ, അതോ കണക്ക് കൂട്ടി കിഴിച്ച് കൃത്യമായി ബുദ്ധിപൂർവം കളിക്കുന്ന ചാണക്യന്റെ തന്ത്രമാണോ, അതോ ഇനി ചെയ്തത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ കുറ്റബോധത്തിൽ നിന്ന് ആവിർഭവിച്ച തിരിച്ചറിവാണ്? എന്താണ് ട്രംപിന്റെ പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് കൃത്യമായി കെണിയിൽ ചാടുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വീണ്ടും വിദേശ തൊഴിലാളികളെ ലക്ഷ്യമിട്ടൊരു വിവാദ നയം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ ട്രംപ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കുടിയേറ്റ നയങ്ങൾക്ക് വിരുദ്ധമായി വീണ്ടും അമേരിക്കയിലേക്ക് തൊഴിൽ വിദഗ്ധരെയും വിദ്യാർത്ഥികളെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെസന്റ് ഇതിന് കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. വിദേശ തൊഴിലാളികളെ ദീർഘകാലത്തേക്ക് ആശ്രയിക്കുന്നതിന് പകരം ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികളിൽ അമേരിക്കക്കാരെ പരിശീലിപ്പിക്കുന്നതിനാണ് വിദേശികളെ താൽക്കാലികമായി അമേരിക്കയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ട്രംപിന്റെ പുതിയ നയമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിന് പ്രകാരം ഇതിന്റെ ആന്തരിക യാഥാർത്ഥ്യം നോക്കുമ്പോൾ ഇതൊരു കപട രാഷ്ട്രീയ നീക്കമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വ്യക്തമാണ്. H1B വിസ നയം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ടെക്നോളജി ശക്തിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ്. അനേകം ഇന്ത്യൻ IT വിദഗ്ധരും എഞ്ചിനീയർമാരും ഈ വിസയുടെ സഹായത്താൽ അമേരിക്കയിലെ വളർച്ചയ്ക്കും സാങ്കേതിക മുന്നേറ്റത്തിനും വലിയ പങ്ക് വഹിച്ചു. എന്നാൽ ട്രംപിന്റെ പുതിയ വിസ നയം ഈ തൊഴിലാളികളെ താൽക്കാലിക പരിശീലകർ എന്ന നിലയിലേക്ക് ചുരുക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അതായത് വിദേശ തൊഴിലാളികളെ വിളിച്ചു വരുത്തി അവർക്ക് അമേരിക്കൻ തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ നിർബന്ധിച്ച് പിന്നെ അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുക. ഇതാണ് ട്രംപിന്റെ യഥാർത്ഥ ലക്ഷ്യം. ട്രംപിന്റെ എല്ലാ നയങ്ങളും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിലാണ്. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു സ്വാർത്ഥവും രാഷ്ട്രീയപരമായ കണക്കുകൂട്ടലുമുണ്ട്. അമേരിക്കൻ ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് വിദേശികൾ അവരുടെ ജോലികൾ എടുത്തു കളയുന്നു എന്ന ഭയമാണ് ട്രംപ് ഉണർത്തുന്നത്. ഇതിലൂടെ അദ്ദേഹം സ്വന്തം വോട്ട് ബാങ്ക് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അമേരിക്കയുടെ ഹൈടെക് മേഖലകളുടെ വളർച്ചയും നവോത്ഥാനവും വിദേശ പ്രതിഭകളുടെ സംഭാവനയിലൂടെയാണ് നടക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. H1B വിസ ഉടമകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ എഞ്ചിനീയർമാർ, അമേരിക്കയിലെ ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ഗവേഷണ വികസന കേന്ദ്രങ്ങളിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഇവരുടെ സംഭാവന ഇല്ലാതെ അമേരിക്കയുടെ സാങ്കേതിക രംഗം തളർന്നു പോകുമെന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ട്രംപിന്റെ ഈ നയം അമേരിക്കൻ തൊഴിലാളികൾക്കുള്ള സംരക്ഷണം എന്നതല്ല, മറിച്ച് വിദേശ പ്രാവീണ്യത്തെ അടിച്ചമർത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് വേണം തിരിച്ചറിയാൻ. ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവന പ്രകാരം താൽക്കാലിക തൊഴിലാളികൾ അമേരിക്കക്കാരെ പരിശീലിപ്പിച്ച് ഹൈടെക് ജോലികളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ഈ പ്രസ്താവനയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഭീഷണിയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇത് വിദേശ തൊഴിലാളികളെ വെറും ഉപകരണങ്ങളായി കാണുന്ന സമീപനമാണ്. അവരുടെ കഴിവും പ്രാവീണ്യവും താൽക്കാലികമായി ഉപയോഗിച്ച് പിന്നീട് അവരെ പുറത്താക്കുക, ഇതാണ് ഈ നയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം. ഈ സമീപനം മാനുഷികമായും നൈതികമായും അപലപനീയമാണ്. വിദേശ തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യമായ ബഹുമാനവും സ്ഥിരതയും നൽകാതെ അവരുടെ കഴിവ് ചൂഷണം ചെയ്യുന്നത് അമേരിക്കൻ നയങ്ങളുടെ താഴ്ചയാണ്. ട്രംപിന്റെ H1B വിസ പരിഷ്കാരത്തിന്റെ പിന്നിൽ സാമ്പത്തികമില്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. 2024 തെരഞ്ഞെടുപ്പിനായി അമേരിക്കൻ ജനതയിൽ അമേരിക്കൻ ജോലികൾ അമേരിക്കക്കാർക്ക് തന്നെ എന്ന തെറ്റിദ്ധാരണ പടർത്തുകയാണ് ട്രംപിന്റെ പ്രചരണ തന്ത്രം. എന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ തൊഴിൽ വിപണിയിൽ പല സാങ്കേതിക മേഖലകളിലും തൊഴിലാളികൾ കുറവാണ്. ഈ കുറവ് നിറയ്ക്കാനാണ് H1 വിസ പ്രോഗ്രാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ഈ വിസ നിയമത്തിൽ മാറ്റം വരുത്തുന്നത് അമേരിക്കൻ തൊഴിലുകൾ സംരക്ഷിക്കുക എന്നതല്ല, മറിച്ച് വിദേശികളെ കുറ്റക്കാരാക്കുന്ന, ഊറ്റിയെടുക്കുന്ന, ഒടുവിൽ ചണ്ടിയാക്കി പുറത്തേക്ക് വലിച്ചെറിയുന്ന രാഷ്ട്രീയ കളിയാണ്. ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ H1B വിസ ഉടമകളുള്ള രാജ്യം. ട്രംപിന്റെ പുതിയ നയം ഇന്ത്യയിലെ ആയിരക്കണക്കിന് ടെക്നോളജി പ്രൊഫഷണലുകളെ നേരിട്ട് ബാധിച്ചു. അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അനേകം ഇന്ത്യൻ IT വിദഗ്ധർക്ക് ഈ മാറ്റത്തിലൂടെ തൊഴിൽ നഷ്ടത്തിനും കുടുംബ ദുരിതത്തിനും കാരണമായി. ഇന്ത്യയുമായി അമേരിക്കയ്ക്കുള്ള ടെക് ബന്ധങ്ങൾക്കും ഇതിലൂടെ തിരിച്ചടിയുണ്ടായി. ഇന്ത്യൻ സർക്കാരും വ്യവസായ മേഖലയും ഈ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടത് അനിവാര്യമായി വന്നു. ഇന്ത്യൻ പ്രതിഭകളെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഈ പ്രത്യാഘാത നയം അവരുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്നതാണ്. ട്രംപിന്റെ നയം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായി കഴിഞ്ഞു. വിദേശ പ്രതിഭകളെ പുറത്താക്കുന്നതിലൂടെ അമേരിക്കൻ കമ്പനികൾക്ക് യോഗ്യരായ തൊഴിലാളികളുടെ കുറവ് നേരിടേണ്ടി വരും.
നവോത്ഥാന മേഖലയിലെ ഗവേഷണവും വികസനവും മന്ദഗതിയിലായി. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ പോലെയുള്ള കമ്പനികൾക്ക് ഈ മാറ്റം വലിയ നഷ്ടമാണ് ഉണ്ടാക്കി കൊടുത്തത്. ട്രംപിന്റെ ഭരണകൂടം വിദേശ പ്രതിഭകളെ പുറത്താക്കുന്നുവെന്ന് കാണിക്കുമ്പോൾ ചൈനയും ഇന്ത്യയും സ്വന്തം ടെക് മേഖലയെ വേഗത്തിൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനാൽ ഈ നയം അവസാനമായി അമേരിക്കയുടെ സാങ്കേതിക ആധിപത്യം തന്നെ തകർക്കുമെന്നത് വാസ്തവമാണ്. ഇങ്ങനെ പ്രത്യാഘാതങ്ങൾ നിരവധി നേരിട്ടപ്പോൾ അതിന് ട്രംപ് ബുദ്ധിപൂർവ്വം കണ്ടെത്തിയ ബദൽ മാർഗം മാത്രമാണ് പുതിയ പൊളിച്ചെഴുത്ത്. ട്രംപിന്റെ പുതിയ H-1B വിസ നയം ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ നാടകമാണ്. അമേരിക്കക്കാരെ പരിശീലിപ്പിക്കുക എന്ന മുദ്രാവാക്യത്തിന്റെ പിന്നിൽ വിദേശ തൊഴിലാളികളെ അടിച്ചമർത്താനുള്ള കപടതയും അധികാര മോഹവുമാണ് മറഞ്ഞിരിക്കുന്നത്. ഈ നയം മാനുഷികതയ്ക്കും അന്താരാഷ്ട്ര തൊഴിൽ നീതിക്കും വിരുദ്ധമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഉറപ്പിച്ചോ, ഒരിക്കലും ഇത് കുറ്റബോധത്തിന്റെ കുമ്പസാരമല്ല, മറിച്ച് ചതിയുടെ വാരിക്കുഴി തീർക്കുന്ന കുതന്ത്രം തന്നെയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച